ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. ആദ്യമായിട്ട് തന്നെ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ ഹാപ്പി ക്രിസ്മസ്. അപ്പം എൻ്റെ വീഡിയോ ഇത് രാത്രി കുർബാനയോടുകൂടിയാണ് എൻ്റെ ക്രിസ്മസ് ആരംഭിക്കുന്നത്. നമുക്ക് രാത്രിയിലായിരുന്നു കുർബാന. കുർബാനയ്ക്ക് ശേഷം പള്ളിയിൽ വെച്ച് തന്നെ കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ ഇടവകയിലെ ഏറ്റവും മുതിർന്ന ആൾക്കാർ ഒരു 4 പേര് ചേർന്ന് വികാരിയച്ഛനും കൂടിയാണ് കേക്ക് കട്ട് ചെയ്യുന്നത്. അതിനുശേഷം എല്ലാവർക്കും കേക്ക് തന്നു. നമ്മുടെ ഈ വർഷത്തെ കേക്ക് നല്ല ടേസ്റ്റിയായ ഒരു കേക്കായിരുന്നു. അതായത് നമ്മുടെ പള്ളിയിൽ നിന്നും കേക്ക് വിൽപ്പന ചെറുതായിട്ട് പള്ളിയുടെ പുനർനിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ട് ചെറിയൊരു കേക്ക് സെയിലിംഗ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. ആ കേക്കാണ് കേട്ടോ നമ്മൾ വിൽക്കാൻ ഉപയോഗിച്ച കേക്ക് തന്നെയാണ് നമ്മൾ പള്ളിയിൽ മുറിച്ചത്. നല്ല അടിപൊളി ടേസ്റ്റിയായ കേക്കാണ്. ആ കേക്ക് വാങ്ങിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാം കേട്ടോ. നല്ല ടേസ്റ്റിയായ ഒരു കേക്കാണ്. അപ്പം കേക്ക് കട്ടിങ്ങിന് ശേഷം അച്ഛൻ തന്നെ എല്ലാവർക്കും എടുത്തു കൊടുക്കുന്നു. പിന്നെ നമ്മളെല്ലാവരും കഴിച്ചിട്ടാണ് അവിടുന്ന് പിരിഞ്ഞു പോകുന്നത്. നമ്മളങ്ങനെ പള്ളിയിൽ കഴിഞ്ഞാൽ ഉടനെ ഓടി വീട്ടിലോട്ട് പോരത്തില്ല. നമ്മളൊക്കെ എല്ലാവരും അവിടെ നിന്ന് പരസ്പരം വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഹാപ്പി ക്രിസ്മസ് ഒക്കെ പറഞ്ഞിട്ട്, ഇത് പള്ളിമുറ്റത്ത് തീകായുമല്ല, ചേട്ടായും കുഞ്ഞുമോളോട് കൂടി നമ്മുടെ ആരാധനാക്രമത്തിൻ്റെ ഭാഗമായിട്ട് ക്രിസ്തുമസിൻ്റെ തിരുക്കർമ്മത്തിൽ നമ്മൾ ഓശാന ഞായറാഴ്ച നമുക്ക് കിട്ടുന്ന കുരുത്തോല, അങ്ങനെയുള്ള വെഞ്ചരിച്ച സാധനങ്ങൾ ഇവിടെ നമുക്ക് ഈ തീയിലിട്ട് കത്തിക്കാം. അതൊരു ആരാധനാക്രമ രീതിയാണ്, നമ്മുടെ ഒരു പ്രാർത്ഥനാക്രമ രീതിയാണ്. അപ്പം അച്ഛനാണ് ഇതൊക്കെ കത്തിക്കുന്നത്. അതിനുശേഷം ഈ തീ ഇങ്ങനെ ഇരുന്നപ്പോഴത്തേനും അത് കെടുന്നിടം വരെ അതങ്ങനെ കത്തി എരിഞ്ഞുകൊണ്ടിരിക്കും. ഇതിലേക്ക് കുരുത്തോല മാത്രമല്ല കേട്ടോ, നമുക്ക് വെഞ്ചരിച്ച ഏത് സാധനങ്ങളും നമുക്ക് ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഇതിടാം. അതിനുശേഷം ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ പള്ളിയിൽ നിന്നും വീട്ടിൽ വന്നതിന് ശേഷം ഉറങ്ങി കേട്ടോ. ഇത് രാവിലത്തെ വീഡിയോ ആണ്. രാവിലെ ഞാൻ ചായ ഇടുവാണ്. അതോടൊപ്പം തന്നെ ആദ്യം കാണിച്ചു നമ്മുടെ അപ്പത്തിനുള്ള മാവ് നല്ല സെറ്റായിട്ടിരിക്കുകയാണ്. രാവിലെ അപ്പവും ബീഫ് കറിയാണ്. അപ്പം ഞാനിങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സാറൂട്ടൻ എണീക്കുന്നതിന് മുമ്പ് വേണം എനിക്ക് ഒരുമാതിരി പണികളൊക്കെ തീർക്കാൻ. ഒരു ടൈം ടേബിൾ ക്രമത്തിലാട്ടോ ഞാൻ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ സാറൂട്ടൻ എണീക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. അപ്പം നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്, ബീഫ് കറിയും റെഡി ആയിട്ടുണ്ട്. അങ്ങനെ അത്രയും കാര്യങ്ങൾ സെറ്റായി. അപ്പം നമ്മുടെ കാപ്പിക്കുള്ള അപ്പം, ബീഫ് കറി, ചായ ഒക്കെ റെഡിയായി. ഇനി ഒരു കേക്ക് കട്ട് ചെയ്ത് വെക്കണം. കേക്ക് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ പള്ളിയിൽ നിന്നുള്ള കേക്കാണ്. ഇടവകയിലെ എല്ലാ കുടുംബത്തിലും നമ്മൾ ഈ കേക്കാണ് ഉപയോഗിക്കുന്നത്. നല്ല ടേസ്റ്റിയായ അടിപൊളി കേക്കാണ്. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് ഞാൻ പാത്രത്തിലാക്കി വെക്കുകയാണ്. രാവിലെ നമുക്ക് കേക്ക് ചായയുടെ കൂട്ടത്തിലൊക്കെ കഴിക്കാമല്ലോ. ഇത് പൊടി വന്നതാണ്. അത് തൂത്തുവാരി ഞാൻ അപ്പോൾ തന്നെ കഴിച്ചു കേട്ടോ. പിന്നെ കാപ്പിയെല്ലാം സെറ്റായതിന് ശേഷം കാപ്പി കുടിച്ചു കേട്ടോ. ആ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. പിന്നെ മോര് കാച്ചി ഒരു മെഴുക്ക് വരട്ടി ഉണ്ടാക്കി. അധികം കറികളൊന്നുമില്ല, പയറും പീച്ചിങ്ങയും കൂടി ഇട്ടൊരു മെഴുക്ക് വരട്ടി. പിന്നെ ബീഫ് നന്നായിട്ട് വരട്ടി എടുത്തിട്ടുണ്ട്. അതാണ് ഉച്ചക്കത്തേനുള്ള കറി. നമ്മുടെ മെഴുക്ക് വരട്ടിയും ബീഫ് വരട്ടിയതും മോരും, പിന്നെ നല്ല ചൂട് ചോറും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്ര ഐറ്റംസൊക്കെ ഉള്ളൂ കേട്ടോ നമുക്ക്. അങ്ങനെ ഈ കറികളെല്ലാം റെഡി ആയതോടുകൂടി എൻ്റെ ഏകദേശം കുക്കിംഗ് പ്രോഗ്രാമുകളൊക്കെ അവസാനിച്ചു. ഇനി എനിക്ക് അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്താൽ മതി. അച്ചാറും ഉണ്ട് കേട്ടോ. അപ്പം നല്ല ചൂട് ചോറ് നമുക്കിവിടെ സെറ്റായി. നമ്മുടെ മോര് കറി സെറ്റായി, നമ്മുടെ ബീഫ് വരട്ടിയത് സെറ്റായി, മെഴുക്ക് വരട്ടി സെറ്റായി, എല്ലാം സെറ്റായി. അതിനുശേഷം ഞാൻ കിച്ചണൊക്കെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്ത്, നമുക്കറിയാമല്ലോ നമ്മൾ കിച്ചണിൽ എന്തുണ്ടാക്കിയാലും പിന്നെ ക്ലീൻ ചെയ്യണം. ഇതിപ്പോൾ 2-3 പ്രാവശ്യമായി കേട്ടോ ഇന്ന് രാവിലെ എണീറ്റിട്ട്. അപ്പം കിച്ചണെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തു. അങ്ങനെ നമ്മുടെ അടുക്കളയിലെ പരിപാടി കഴിഞ്ഞു. ഇനി സമയത്ത് കഴിച്ചാൽ മതി. ഇനി വൈകിട്ടത്തേന് പ്രത്യേകിച്ച് ഫുഡൊന്നും ഞാൻ ഉണ്ടാക്കത്തില്ല കേട്ടോ. ഇതൊക്കെ തന്നെയാണ് വൈകിട്ടത്തേന്. കുറച്ച് അപ്പം ഇരിപ്പുണ്ട് രാവിലത്തേത്, പിന്നെ ചോറുണ്ട്, കറികളെല്ലാം ഉണ്ട്. അപ്പം ഇതൊക്കെ തന്നെ വൈകുന്നേരവും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. ഇത് എൻ്റെ തീ കത്തിക്കുന്ന പാതമായിട്ടോ. തീയൊന്നും കത്തിക്കുന്നില്ല, ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. അവിടെ ഞാൻ ഭക്ഷണമൊക്കെ പാകം ചെയ്തിട്ട് അവിടെ കൊണ്ടുപോയി വെക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ ഇത് വർക്ക് ഏരിയ ആയിരുന്നു. പിന്നെ നമ്മൾ പുറത്തേക്കൊക്കെ